ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരും CPM BJP ഡീൽ നടന്നതായി UDF കൺവീനർ MM ഹസൻ. കേരളത്തിൽ നരേന്ദ്രമോദി 2 അക്കം ആവർത്തിച്ചത് ഈ ഡീലിനെ തുടർന്നാണ്. മതേതര വോട്ടുകളുടെ ഏകീകരണം കൊണ്ടാണ് തിരുവനന്തപുരത്ത് അന്തർധാര നടപ്പാക്കാനാകാത്തതെന്നും ഹസൻ ആരോപിച്ചു. തൃശൂരിലെ K മുരളീധരന്റെ തോൽവി പാർട്ടി പരിശോധിക്കുമെന്നും ഹസൻ പറഞ്ഞു. തൃശൂരിലെ BJPയുടെ വിജയവും തിരുവനന്തപുരത്ത് BJPയുടെ വലിയ കുതിപ്പുമുണ്ടായതിനു പിന്നാലെയാണ് ഇരു മണ്ഡലങ്ങളിലും BJP CPM അന്തർധാര ഉണ്ടായിരുന്നെന്ന ആരോപണം ശക്തമാകുന്നത്. BJPയിലേക്ക് വോട്ട് ചോർച്ചയുണ്ടായത് CPMൽ നിന്നാണെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് അന്തർധാര നടപ്പാക്കാനാകാതെ പോയത് മതേതര വോട്ടർമാർ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണെന്നും ഹസൻ പറഞ്ഞു. വോട്ട് ചോർച്ചയെക്കുറിച്ച് ഇപ്പോഴും CPI സെക്രട്ടറി പറഞ്ഞ അദ്ദേഹം ഒന്ന് പരിശോധിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നി. കാരണം നടന്ന രഹസ്യ ധാരണകളെക്കുറിച്ച് BJP CPM അന്തർധാരയെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് ബോധ്യമുണ്ടല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേട്ടപ്പോൾ ആടറിയുന്നു അങ്ങാടി വാണിഭം എന്ന ചൊല്ലാണ് ഓർമ്മ വന്നത്. അവിടെ നടന്ന അങ്ങാടി വാണിഭം ആടറിയുന്നില്ല എന്നതുപോലെയാണ് ബിനോയ് വിശ്വൻ. സഹതാപം തോന്നി. അദ്ദേഹം അത് മനസ്സിലാക്കാതെ ആയിരിക്കും ഒരുപക്ഷെ വോട്ട് ചോർന്നത് UDFൽ നിന്നാണ്, കോൺഗ്രസിൽ നിന്നാണെന്ന് പറഞ്ഞു. K മുരളീധരൻ പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ആളല്ല. തൃശൂരിലെ പരാജയത്തെക്കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്നും MM ഹസൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അവലോകനങ്ങൾക്കായി 12-ന് ഏകോപന സമിതി യോഗം ചേരാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.